ഐക്യവും സാഹോദര്യവും പാരമ്പര്യവും മനുഷ്യത്വമാണ് നമുക്ക് വേണ്ടത്. മാനവ സൗഹാർദ്ദമാണ് നമുക്ക് വേണ്ടത്. മതസൗഹാർദ്ദം സാധ്യമല്ല. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ഹൈന്ദവന്റെ മതം ക്രൈസ്തവനായി സ്വീകരിക്കുക, മുസൽമാന്റെ മതം ഹൈന്ദവൻ സ്വീകരിക്കുക, ഇത് മതത്തിന്റെ പേരിൽ ഒരുമിച്ച് സൗഹാർദ്ദ അന്തരീക്ഷം, അതല്ല നമുക്ക് വേണ്ടത്. ഓരോ മതക്കാരനും അവന്റെ മതത്തിന്റെ തത്വവും ആദർശവും അനുസരിച്ച് ജീവിച്ചു കൊള്ളട്ടെ. നമുക്ക് വേണ്ടത് മാനവ സൗഹാർദ്ദമാണ്. റോഡിന്റെ നടുക്കിൽ ഒരു സഹോദരൻ വണ്ടി ഇടിച്ചു കിടന്നാൽ അവൻ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ അല്ല നമ്മൾ നോക്കേണ്ടത്. അവനൊരു മനുഷ്യനാണ്, അവനൊരു കുടുംബത്തിന്റെ അത്താണിയാണ്, അവനൊരു പാവപ്പെട്ടവനാണ്. അവന് വെള്ളം കൊടുക്കുക, അവന്റെ ജീവന് ഹാനി ഉണ്ടാകരുത്, അവന്റെ ജീവൻ രക്ഷപ്പെടുത്തണം. ഇതായിരിക്കണം ഓരോ മനുഷ്യനും നാം സ്വീകരിക്കേണ്ടത്. അതല്ലാതെ അവന്റെ പാന്റിന്റെ സിപ്പരിച്ചു നോക്കിയിട്ട് അവൻ മാർക്കം ചെയ്തവനാണോ എങ്കിൽ അവൻ അവിടെ കടന്ന് ചാവട്ടെ, മാർക്കം ചെയ്തില്ലയോ എങ്കിൽ അവനെ രക്ഷപ്പെടുത്താം. ഇങ്ങനത്തെ ഒരു സംസ്കാരമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് മാനവ സൗഹാർദ്ദമാണ്, മാനവാന്തരീക്ഷമാണ്. ഹൈന്ദവന്റെ സഹായമില്ലാതെ മുസൽമാന് ജീവിക്കാൻ പറ്റൂല, മുസൽമാന്റെ സഹായമില്ലാതെ ഹൈന്ദവന് ജീവിക്കാൻ പറ്റൂല, ഇവരുടെ രണ്ടുപേരുടെ സഹായമില്ലാതെ ക്രൈസ്തവന് ജീവിക്കാൻ പറ്റൂല. എത്രത്തോളം എന്ന് വെച്ചാൽ രാവിലെ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് അല്ലെങ്കിൽ ഈ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ട്രെയിനിനോ ബസ്സിനോ നമ്മൾ ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് യാത്ര തിരിക്കുമ്പോ ഒരുപക്ഷെ അതിന്റെ ഡ്രൈവർ ആരായിരിക്കും? അമുസ്ലിം ആയിരിക്കും, ഹൈന്ദവനായിരിക്കും, ക്രൈസ്തവനായിരിക്കും. മുസ്ലിം രാജ്യങ്ങളിലൂടെ മുസ്ലിം ഗ്രാമങ്ങളിലൂടെ പോകുന്ന ഡ്രൈവർ ബസ്, ആ ബസ്സിനെ കൈ കാണിക്കുന്ന മുസൽമാൻ, ആ ഡ്രൈവർ ഒരു ഹിന്ദുവാണ്, അദ്ദേഹത്തിന് മുസൽമാനോട് വിരോധമുണ്ടെങ്കിൽ ആ ബസ് നിർത്തുമായിരുന്നില്ല. പിന്നെയോ നിർത്തിക്കൊടുക്കും. എന്തിന്? സൗഹാർദ്ദ അന്തരീക്ഷം. ഒരു ഹൈന്ദവൻ ബൈക്കിന്റെ സ്റ്റാൻഡ് തട്ടാതെ ഓടിച്ചു വരട്ടെ, ഒരു മുസൽമാൻ നോക്കിയിട്ട് പറയും, സഹോദര ആ ബൈക്ക് സ്റ്റാൻഡ് കാറിന്റെ ഡോർ പൂർണ്ണമായിട്ട് അടയാതെ പകുതി അടഞ്ഞു, യാത്ര ചെയ്തു വരുന്നു, മുസൽമാനാണ് അല്ലെങ്കിൽ അമുസ്ലിമാണ്. മുസ്ലിം ആയിക്കൊള്ളട്ടെ, ഹൈന്ദവ കേന്ദ്രങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോ ഹൈന്ദവ സുഹൃത്തുക്കൾ പറയും, സഹോദര ആ വണ്ടി ഡോർ അടഞ്ഞിട്ടില്ല. എന്താ അവന്റെ ലക്ഷ്യം? അവന്റെ ലക്ഷ്യം എന്താ? രക്ഷപ്പെടുക. അവൻ മരിക്കരുത്, അവൻ അപകടം സംഭവിക്കരുത്. പക്കറ്റ് വരുന്നത് നമുക്ക് സഹായിച്ചാൽ നബി നമ്മളുടെ പേർക്ക് നിയത്തിയത് എല്ലാവരും ഒന്ന് കാര്യമായി പ്രസംഗം കട്ടോളി, ഇത് കട്ടോളി. നമ്മുടെ പ്രസംഗം എല്ലാം പഠിപ്പിക്കുന്ന ഈ ഒരു സാധനം കുറച്ച് സമാധാനം, സഹിഷ്ണുത പറയട്ടെ. നമ്മുടെ പ്രമേയം അതാണല്ലോ. ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രമേയം അതാണല്ലോ, സന്തോഷവും സൗഹാർദ്ദവും. അപ്പോ ഒരു വാഹനത്തിന്റെ ഡോറ് തുറന്നു കിടക്കുമ്പോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് തട്ടാതെ ബൈക്ക് ഓടിച്ചു പോകുമ്പോ അവിടെ മനുഷ്യത്വമാണ് കാണിക്കുന്നത്. ഇപ്പൊ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നു, പോലീസ് ചെക്കപ്പ് നടക്കുന്നു, ലൈറ്റ് ഇട്ട് കാണിക്കും. ഇപ്പൊ നമ്മൾ വലിയ തലക്കെട്ട് വിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോയാലും ഒരു ഹിന്ദു സഹോദരനെ പോകണം, അവിടെ ലൈറ്റ് ഇട്ട് കാണിക്കും. അവനെന്താ? അവരോട് മാനസികമായ അടുപ്പുണ്ട്. എന്താ അവൻ കാണിക്കുന്നത്? അവിടെ ചെക്കി നടക്കുന്നുണ്ട്, നിന്റെ 500 റുപ്യ സൂക്ഷിച്ചോ, നീ പതുക്കെ ഓടിച്ചു പോകും. അത് നമ്മളെ പഠിപ്പിച്ചു. ഹിന്ദു സഹോദരൻ നമ്മളെ മുസ്ലിം വണ്ടി ഓടിച്ചു പോലെ ഹിന്ദു കഴിഞ്ഞിട്ട് വന്നാലും നമ്മൾ ഇങ്ങനെ അടിച്ചു കൊടുക്കും ലൈറ്റ്. അത് സൂക്ഷിച്ചു. എന്തിനാ അതിന്റെ അർത്ഥം? മാനസികമായി നമുക്കെല്ലാം ഒരു സന്തോഷവും ഐക്യമുണ്ട്. ഇവിടെ ഒരു വിശേഷം വന്നാൽ എല്ലാവരെയും കല്യാണത്തിന് വിളിക്കുന്നു, നമ്മളും അങ്ങോട്ട് പങ്കെടുക്കുന്നു, അവരുമായിട്ട് സഹകരിക്കുന്നു. ആ ഒരു സാഹചര്യം, ആ ഒരു മാനസികമായ സന്തോഷം. നമ്മുടെ വീടുകളിൽ ഒരുപക്ഷെ ഞങ്ങളുടെയൊക്കെ നാടുകളിൽ കൂടുതലും പാചകം ചെയ്യുന്നത് അമുസ്ലിം സഹോദരങ്ങളാണ്. കല്യാണ വീടുകളിലൊക്കെ നമുക്ക് അവരോട് വിരോധമുണ്ടായിരുന്നെങ്കിൽ അവരുടെ ഭക്ഷണം അവർ പാചകം നമ്മൾ കഴിക്കുമോ? ബഹുമാനമുള്ള സഹോദരങ്ങളെ, എത്ര സഹോദരങ്ങൾ, എത്ര സംഭവങ്ങൾ. ഇതൊക്കെ ഒരു മാനുഷികമായ ഒരു സൗഹാർദ്ദമാണ്. ആ ഒരു സൗഹാർദ്ദ അന്തരീക്ഷമാണ് നമുക്ക് ഇവിടെ വേണ്ടത്. എന്താ പഠിപ്പിക്കുന്നത്? എന്താ ഹൈന്ദവ പുരാണം പഠിപ്പിക്കുന്നത്? പരസ്പര സന്തോഷം, മധുരമുള്ള വാക്ക്, ചിരി, ദാനധർമ്മം. ഇതിനേക്കാൾ ഒരു ആരാധന മുപ്പാരിലുമില്ല. ഹൈന്ദവ പുരാണം പഠിപ്പിക്കുന്നു. ഈശാവാസമിദം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീത മാഗൃതകസ്യ സിദ്ധനം. യജുർവേദം പഠിപ്പിക്കുന്നു, ഈശാവാസ്യോപനിഷത്ത് പഠിപ്പിക്കുന്നു. എന്താ പഠിപ്പിക്കുന്നത്? ഈ ലോകം മുഴുവനും ഈശ്വരാവൃതമാണ്. ഈ ലോകത്തുള്ള സകലമായ വസ്തുക്കൾ മനുഷ്യർക്ക് വേണ്ടി ഈശ്വരൻ ഉണ്ടാക്കി തന്നു. ഈശ്വരനെ ആരാധിച്ചിട്ടല്ലാതെ നിങ്ങളിതൊന്നും കഴിക്കരുതേ, ഭുജിക്കരുതേ.
അഥർവവേദം 13-ാമത്തെ അധ്യായം പഠിപ്പിക്കുന്നു, നമ്മൾ ഏകനായ റബ്ബിനെ ആരാധിക്കുന്നത് കൊണ്ട് നമ്മൾ തീവ്രവാദികളും ഭീകരവാദികളുമായി മാറുമായിരുന്നുവെങ്കിൽ ഹൈന്ദവ സംസ്കാരം പഠിപ്പിക്കുന്നത് ഏകദൈവ സിദ്ധാന്തമാണ്. അഥർവവേദം 13-ാമത്തെ അധ്യായം. തമിദം നിഗതം സസ ഏഷ ഏക ഏക വ്രതേക ഏവയേദം ദേവമേക വ്രതം വേദ സർവേ അസ്മിൻ വേദ ഏക വ്രതോ ഭവന്തിയ വേദ ദേവമേക വ്രതം വേദ. അഥർവവേദം 13-ാമത്തെ അധ്യായം പഠിപ്പിക്കുന്നു, ഈ ലോകമെല്ലാം ഈശ്വരനാൽ ആവൃതമാണ്, അവനല്ലാതെ രണ്ടാമനായി ഒരു ദൈവം ഇല്ല തന്നെ. ഇത് ഖുർആനോ ഹദീസോ ഒന്നല്ല. അഥർവവേദം 13-ാമത്തെ അധ്യായം. ഹൈന്ദവ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കിക്കൊള്ളി. എന്താ പഠിപ്പിക്കുന്നത്? ഏകദൈവ സിദ്ധാന്തമാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതേപോലെ ഓം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഓം അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതം ഗമയ. ഓംകാര ശബ്ദമേ. ഓം എന്ന് പറഞ്ഞാൽ 3 അക്ഷരത്തിന്റെ സമന്വയമാണ്. ആ ഓമ 3 അക്ഷരം ഒരുമിച്ച് കൂടിയത്. ആ അനാദി അജയ്യൻ അതിപരാശക്തി, ഉദ്ധരിക്കുന്നവൻ, മരിപ്പിക്കുന്നവൻ, ഇത് അല്ലാഹുവാണ്. ഈ ഓംകാര ശബ്ദത്തെ വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് ഹൈന്ദവ സുഹൃത്തുക്കൾ. ഓം തേജോസി തേജോമയി ദേഹി, ഓം ഊർജോസി ഊർജോമയി ദേഹി, ഓം ബലോസി ബലോമയി ദേഹി. ഓംകാര ശബ്ദമേ, അങ്ങ് ബലമുള്ളവനാണ്, എന്നെ ബലമുള്ളവനാക്കണമേ. അങ്ങ് ശക്തിയുള്ളവനാണ്, എന്നെ ശക്തിയുള്ളവനാക്കണമേ. ഇത് പഠിപ്പിക്കുന്നതിന്റെ കാര്യം എന്താണ്? ഓംകാര ശബ്ദത്തെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോ ഈ ഓംകാര ശബ്ദത്തിനകത്ത് അടങ്ങിയിരിക്കുന്നതും അള്ളാഹുവിന്റെ റബ്ബിന്റെ അവന്റെ ഒരു കുദരത്ത് കഴിവാണ് അതിനകത്ത്. ആ അനാദി ആരാണ്? അള്ളാഹ്. ഉദ്ധരിക്കുന്നവൻ ആരാണ്? അള്ളാഹ്. മരിപ്പിക്കുന്നവൻ ആരാണ്? അള്ളാഹ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ക്രൈസ്തവ പുരാണങ്ങൾ പഠിപ്പിക്കുന്ന ഇത് തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഈ സായം സന്ധ്യ നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ സന്ദേശങ്ങൾ ലോകം കേൾക്കുമ്പോ ഈ കാസർഗോഡിന്റെ ഹൃദയഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുള്ള ഈ വർഗീയതയ്ക്ക് ഒരു വിരാമം ഉണ്ടാകണം എന്നതാണ് നമ്മുടെ പ്രമേയം, നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് നമുക്ക് വേണ്ടത് മാനുഷിക സൗഹാർദ്ദമാണ്, അന്തരീക്ഷമാണ്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഞാൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മതസ്വാതന്ത്ര്യത്തിന്റെ പ്രചാരകനാണ് എന്ന് പറയുമ്പോ ഈ ഒരു വിഷയം ഞാൻ ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നത്.